സംസ്ഥാനത്ത് ചൂട് വരും ദിവസങ്ങളിലും കൂടുമെന്ന് തന്നെയാണോ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്? 10 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടല്ലോ. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടി. അത് സംസ്ഥാനത്ത് 10 ജില്ലകളിലാണ് ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഇടുക്കി, വയനാട്, കാസർഗോഡ്, മലപ്പുറം ഒഴികെയുള്ള ജില്ലകൾക്ക് നിലവിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് മുതൽ 14-ാം തീയതി വരെ ഏതാണ്ട് 2 ഡിഗ്രി മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഹ്യൂമിഡിറ്റിയുടെ അളവ് വളരെ കുറവാണ്. കൂടാതെ തന്നെ ഈ പാലക്കാട്, അതുപോലെ തന്നെ തിരുവനന്തപുരം, കണ്ണൂർ, കോഴിക്കോട്, ആലപ്പുഴ ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. തിരുവനന്തപുരം, പാലക്കാട് ജില്ലയിൽ 39, മറ്റു ജില്ലകളിൽ 36 ഡിഗ്രി വരെ ആയിരിക്കും ചൂട് വർദ്ധിക്കുക. അതോടൊപ്പം തന്നെ പകൽ സമയങ്ങളിൽ ദീർഘനേരം ചൂട്, അതായത് സൂര്യതാപം അല്ലെങ്കിൽ സൂര്യപ്രകാശം ഏൽക്കുന്ന ജോലികളൊന്നും കഴിവതും ഒഴിവായി നിൽക്കുക, അല്ലെങ്കിൽ കൂടുതൽ സമയം ചൂട് വെയിലത്ത് ചിലവഴിക്കാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ സൂര്യാഘാതം, സൂര്യതാപം പോലുള്ള ഒരു ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കടക്കും. അതോടൊപ്പം തന്നെ അധിക വെള്ളം കുടിക്കുക, ചായ, മദ്യം, അതുപോലെ തന്നെ കാർബണേറ്റഡ് ശീതളപാനീയങ്ങൾ തുടങ്ങിയവ കഴിവതും ഈ സമയങ്ങളിൽ ഒഴിവാക്കുക. എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അടിയന്തര ചികിത്സയ്ക്ക് വിധേയമാവുക എന്നൊക്കെ അറിയിച്ചിട്ടുണ്ട്. പരീക്ഷാ ഹാളിലും സ്കൂളുകളും ഇപ്പോൾ നമുക്കറിയാം ഈ മാസം ഏപ്രിൽ, മെയ് മാസങ്ങളൊക്കെ എന്ന് പറയുന്നത് ഈ പരീക്ഷാ ടൈമാണ്. ഈ പരീക്ഷാ സമയങ്ങളിൽ കുട്ടികൾക്ക് ആവശ്യമുള്ള വെള്ളം, അതുപോലെ തന്നെ ഈ അടിയന്തര ഘട്ടങ്ങൾ ഉപയോഗിക്കാവുന്ന മരുന്ന് തുടങ്ങിയവ കരുതണമെന്നും നിർദ്ദേശം നൽകി. ഏതായാലും സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ലഭിക്കാൻ തീരെ സാധ്യതയില്ല. ചൂട് വർദ്ധിക്കുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. KP ടിൻഡു ദാസാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്.